നൂറയുടെ കൗണ്ടറുകളിൽ നല്ല കോഡ് സെറ്റുകൾ വന്നിട്ടുണ്ട്. നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കോഡ് സെറ്റുകളാണ്. അപ്പോൾ നോക്കാം എന്താ അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഫുള്ള് ത്രെഡ് പാൻറ്റിലായാലും ശരി തന്നെ, അതിൻ്റെ ഉടുപ്പിലായാലും ശരി തന്നെ ഉണ്ട്. അപ്പോൾ നല്ല സെറ്റിങ്ങിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റിയ ഐറ്റംസാണ്. ഇതിൻ്റെ സ്ലീവ് ഉണ്ടോ, സ്ലീവിന് ഫുള്ള് നല്ല വർക്കാണ് കണ്ടോ, നല്ല സെറ്റപ്പ് വർക്കാണ്. അപ്പോൾ എന്താ ചെയ്യുക, ഇതിൻ്റെ ഒരു മോഡൽ വേണമെങ്കിൽ എൻ്റെ സൈഡിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളി. നല്ല കളർ ചാറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ബാക്ക് പോർഷൻ കണ്ടോ, അപ്പോൾ നല്ലൊരു ലൂസ് ഫിറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കോഡ് സെറ്റ് വേണമെങ്കിൽ പിന്നെ എൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഡെനിം ഇത് പാൻറ്റ് തന്നെ നിങ്ങൾ നടക്കണ്ട നോക്കിക്കോളി. അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഡ്രസ്സിൻ്റെ കൂടെ യൂസ് ചെയ്യുകയും ചെയ്യാം. എൻ്റെ ഐഡിയ എങ്ങനെയുണ്ട്? ഓക്കെ. ഷർട്ട് വേറെ പാൻറ്റ് കൂടെ ഇടാം. അപ്പോൾ ഈ പാൻറ്റ് വേറെ ഉടുപ്പിൻ്റെ കൂടെ ഇടണം. എന്താണ് ഇതിനൊക്കെ പറ്റി എന്തായാലും വെറൈറ്റി ഉടുപ്പുകൾ നമ്മൾ കൊണ്ടുവച്ചേക്കുന്നത് ഒക്കെ തന്നെ. അപ്പോൾ ഒക്കെ ഫുൾ ഓപ്പൺ ആണല്ലോ എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ മാത്രമേ ഓപ്പൺ ഉള്ളൂ, താഴോട്ട് ഓപ്പൺ ഇല്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചെന്നറിയാം, ഈ ഒരു പാൻറ്റ് നിങ്ങൾ വേറൊരു ടോപ്പിൻ്റെ കൂടെ വേറെ ചെയ്തുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ ചോദിക്കും ഇതിപ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾ വാങ്ങിയത്, നമ്മൾ അന്വേഷിച്ചിട്ട് ഇങ്ങനത്തെ പാൻറ്റ് കിട്ടിയില്ലല്ലോ, ഇങ്ങനെ വർക്ക് വരുന്ന പാൻറ്റ് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ എല്ലാം നിങ്ങളടുത്ത് ചോദിക്കും. ആ സീക്രട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത്, ആർക്കും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. നൂറയിൽ പോയി എടുത്തോളാൻ പറയും. ഇതെങ്ങനെ ഈ സംഭവം ഈ പാൻറ്റിന് ഇത്രയും വർക്കെന്നുള്ള സീക്രട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. അത് നിങ്ങളുടെ മാത്രം അവകാശമാണ്. അപ്പോൾ നോക്കുക, ഇത് അടുത്ത ഐറ്റം കണ്ട വർക്ക് ഇങ്ങനെ ഡിഫറെൻ്റായിട്ട് വരും. അപ്പോൾ നോക്കുക, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളേ ഉള്ളു. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കോഡ് സെറ്റുകളാണ്